ഫൂലാസൻ, റംബൂട്ടാൻ, റോളിനിയോ, വൈറ്റ് ഞാവൽ, ഇസ്രായേൽ ഓറഞ്ച്, സ്റ്റാർ ഫ്രൂട്ട്, ബെയർ ആപ്പിൾ, സുരിനാം ചെറി തുടങ്ങി സ്വദേശിയും വിദേശിയുമായി നിരവധി ഫലവൃക്ഷങ്ങളാണ് ഇടുക്കി സേനാധിപതി സ്വദേശി അനുരാജിന്റെ കൃഷിയിടത്തെ മനോഹരമാക്കുന്നത്. എന്നാൽ അനുരാജിന്റെ കൃഷിയിടത്തെ ഒരു പറുദീസയാക്കി മാറ്റുന്നത് തൊട്ടരികിൽ ആർത്തുല്ലസിച്ച് പതിക്കുന്ന മരച്ചുവട് വെള്ളച്ചാട്ടമാണ്. ഇടുക്കിയിൽ ഒളിച്ചിരിക്കുന്ന നിരവധി കാഴ്ചകളിൽ ഒന്നാണ് ഈ മനോഹര ജലപാതം. മൺസൂൺ കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് അനുരാജ് എത്തുന്നത് കൃഷിയിടത്തിലൂടെ സഞ്ചരിച്ചാണ്. ഇത് ശാന്തൻപാറ പഞ്ചായത്തില് പള്ളിക്കുന്നിനും പുത്തരിക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലൂടെയാണ് ഈ തോട് ഒഴുകുന്നത്. പുത്തരി തോടെന്നാണ് ഈ തോടിൻ്റെ പേര്. വേനൽക്കാലത്ത് ഒരു 2 മാസം ഒഴികെ ബാക്കി എല്ലാ കാലങ്ങളിലും ഈ വെള്ളച്ചാട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. അപ്പോൾ ഈ സഞ്ചാരികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ടോയ്ലറ്റ് അടക്കമുള്ളവ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഒരു വൈൽഡ് ബ്യൂട്ടി അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മരങ്ങൾ വെക്കാറില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വീണ് കിടക്കുന്ന മരങ്ങൾ പോലും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഭംഗി, ആ തനതായ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്താനും ഇവിടുത്തെ ഒരു ജൈവ വൈവിധ്യം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തന്റെ കൃഷിയിടത്തിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ സംരക്ഷണ ചുമതല ഈ യുവ കർഷകൻ സ്വയം ഏറ്റെടുത്തു. കേട്ടറിഞ്ഞെത്തുന്ന സഞ്ചാരികളോട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശിക്കും. എന്നാൽ ആരെങ്കിലും നിക്ഷേപിച്ചാലും ഒരു പരിഭവവും കൂടാതെ എടുത്തു മാറ്റും. വെള്ളച്ചാട്ടവും പരിസരവും മാലിന്യമുക്തമായിരിക്കുന്നതിന്റെ കാരണം അനുരാജിന്റെ നിരന്തരമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന കൂടുതലും വിദേശ സഞ്ചാരികളും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഒക്കെ എത്താറുണ്ട്. മൂന്നാർ വരുന്ന സഞ്ചാരികൾ മൂന്നാറിനും തേക്കടിക്കും ഇടയിലുള്ള ഒരു സ്ഥലമെന്ന രീതിയിലാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കുട്ടികൾക്കും സേഫായിട്ട് കുളിക്കാമെന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴമില്ല, അതോടൊപ്പം തന്നെ മണലാണ്. കുട്ടികൾക്ക് ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ അവർക്കൊരു സ്പൈസസ് പ്ലാന്റേഷൻ വിസിറ്റും അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഗാർഡൻ വിസിറ്റും ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയെ അറിഞ്ഞും ലാളിച്ചും കൃഷി ചെയ്യുന്നവരുടെ പ്രതീകമാണ് അനുരാജ് എന്ന ഈ യുവ കർഷകൻ. ഒപ്പം പുതുതലമുറയുടെ വഴികാട്ടിയും. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.